ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോൺസിൻ്റെ വിഭവമാണ് ചെയ്യാൻ പോകുന്നത്. മീൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് പ്രോൺസ് എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ മീൻ വിഭവങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്, ഒരു ഐറ്റമാണ്. അതായത് പ്രോൺസ്, സ്ക്വിഡ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരെല്ലാവർക്കും, ക്രാബ്, പിന്നെന്താ ലോബ്സ്റ്റേഴ്സ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവങ്ങളാണ്. ഇനി അതിനെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിനിയിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ, ഇതിന് വേണ്ടിയ സാധനങ്ങൾ കുറച്ച് കൊഞ്ച് വേണം. പിന്നെ വേണ്ടിയത് കുറച്ച് സവാള, ടൊമാറ്റോ, കുറച്ച് ഉപ്പ്, കാശ്മീരി മുളക് പൊടി, ഇത് കുറച്ച് കടുകെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. പക്ഷേ ഈ എണ്ണ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും മതി. പിന്നെ വേണ്ടിയ കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ്, കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ്, ഉലുവ, പിന്നെ കുറച്ച് ചതച്ച മുളക്. ഇത്രയും സാധനം നമുക്ക് വേണ്ടിയ. ആദ്യം അടുപ്പൊന്ന് കത്തിച്ചേച്ച്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏതാ എണ്ണയാണ് വേണ്ടതെന്ന് വെച്ചാൽ നോക്കുക. ഒന്നെങ്കിൽ കടുകെണ്ണയിൽ ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അതല്ല സാധാ നമ്മുടെ എണ്ണയാണ് ഇഷ്ടമെങ്കിൽ അതിലുണ്ടാക്കിയാൽ മതി. പക്ഷേ ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു വീട്ടമ്മ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും വെളിച്ചെണ്ണയെ തുടങ്ങാം. കാര്യം ഞാനൊരു ഷോ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ എണ്ണയും മേടിച്ചു വെക്കുക എന്നുള്ളൊരു ചുമതല എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കടുകെണ്ണ എടുത്ത്. ചിലർ ചോദിക്കാറുണ്ട് കടുകെണ്ണയിൽ ഉണ്ടാക്കിയാൽ എന്താണെന്ന്. ഒരു കുഴപ്പമില്ല. കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് എണ്ണയാണോ, നമ്മുടെ നാവിന് നമ്മളെപ്പോഴും പഴക്കം വന്നിരിക്കുന്ന ഏത് എണ്ണയാണോ ആ എണ്ണ നമ്മൾ ശീലിക്കുന്നത് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ കടുകെണ്ണ ഇല്ല, വെളിച്ചെണ്ണയും ഇല്ല, അപ്പോൾ റിഫൈൻഡ് ഓയിൽ എന്തെങ്കിലും ഉള്ളുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് വെച്ചാലും മതി. ഫസ്റ്റ് എന്നാ വേണ്ടത് വെച്ചാൽ, മീനിൻ്റെ വിഭവങ്ങളിൽ എപ്പോഴും ഒരിച്ചിരി ഉലുവ ഇടുന്ന എപ്പോഴും നല്ലതാണ്. ഉലുവയും മീനും തമ്മിൽ എന്തൊക്കെയോ കളിയുണ്ട്, പക്ഷെ അത് സയൻസ് വൈസ് ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷേ മീൻ കറി വെക്കുമ്പോൾ എപ്പോഴും ഒരു ഉലുവ ഇടുന്നത് നല്ല ടേസ്റ്റാണ്. ഉലുവ ഇച്ചിരി ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഈ സവാള ഇടുക. കൊഞ്ച് ശരിക്കും നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു പൊലിപ്പം ശരിക്കും വെന്ത് കഴിഞ്ഞാൽ ഒട്ടും കാണുകയില്ല. അതുകൊണ്ട് നമ്മൾ ചേർക്കുന്ന ഐറ്റംസ്, അതായത് സവാള, പച്ചമുളക്, ഏതായാലും തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ഈ കൊഞ്ച് വെന്ത് കഴിഞ്ഞാൽ എന്തോരം ചെറുതാവുമോ അത്രയും അനുസരിച്ച് അതിൻ്റെ ഗ്രേവിക്കുള്ള സാധനങ്ങൾ ചേർക്കാവുള്ളൂ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എന്നാ പറയുക, കുറച്ച് വെഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഏറ്റവും നല്ലത് ചതച്ചിടുന്നത് കേട്ടോ, നല്ല പേസ്റ്റ് ആക്കുന്നതിലും ഭേദം അതാ. കൊഞ്ച്, സ്ക്വിഡ് എന്നൊക്കെ പറയുന്ന വിഭവങ്ങളിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി കൂടുതലുള്ളത് നല്ലതാണേ. ഇതൊരു ഇച്ചിരി മൂക്കാനായിട്ട് ഞാനൊരു ഇച്ചിരി ഉപ്പിടുക. ഒത്തിരി അങ്ങോട്ട് മൂക്കണ്ട, പക്ഷേ നമ്മുടെ അതിൻ്റെ ഒരു കുത്തലെന്ന് പറയില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ, അതൊക്കെ ഒന്ന് മാറാനായിട്ട് ഉള്ള മൂപ്പ് വേണം. ഇതൊന്നൊരു ഇച്ചിരി മൂത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ പറഞ്ഞില്ല, പക്ഷേ എല്ലാത്തിനകത്തും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, ഇതിൻ്റെ കൂടെ ഒരു ശകലം ഞാൻ ചില്ലി ഫ്ലേക്സ് ഇപ്പം ഇടുക, അത് കഴിഞ്ഞേച്ച് പിന്നെ ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി തക്കാളിയും കൂടി ഇടുക. ഒരുപാടല്ല, ഒരു മുഴുത്ത തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല അസലായിട്ട് ഒന്ന് മൊരിഞ്ഞ് നമ്മുടെ ഗ്രേവി ഒന്ന് കുറച്ച് എന്താ പറയുക, ഇങ്ങനെ കൊഴുത്ത ഗ്രേവിയായി മാറണം.
ഞാൻ പറഞ്ഞില്ല ഒരുപാട് മൂക്കണ്ട, എന്നാൽ ഒരു ഇച്ചിരി മൂക്കുകയും വേണം, കുറച്ചൊരു തിക്ക് ഗ്രേവിയായി മാറുകയും വേണം. പക്ഷെ ഒത്തിരി ഗ്രേവി ആയിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ 2 കറിവേപ്പില ഇട്ടായിരുന്നു. പക്ഷെ അത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്നോട് അങ്ങനെ നിർബന്ധിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കറി നാടൻ വിഭവങ്ങളൊക്കെ വെക്കുമ്പോൾ കറിവേപ്പിലയുടെ എണ്ണം ഒരു ഇച്ചിരി കൂടുതലായിരിക്കും. ഇതൊരു ഇച്ചിരി നല്ല, അതായത് ആ തക്കാളി നോക്കി ആ തൊലിയൊക്കെ ഇങ്ങനെ വിട്ടുമാറുകയല്ലേ, ആ സമയം ഇപ്പം ഞാൻ വേണ്ടി ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മളെടുത്ത് വെച്ചേക്കുന്ന കൊഞ്ച് നമ്മൾ നേരത്തെ എന്നാ പറയുക വഴറ്റാൻ വേണ്ടിയിട്ട് മാത്രമേ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇച്ചിരി ഉപ്പൂടെ ഇടുവാണേ. കൊഞ്ചിന് വേണ്ടിയ ഉപ്പ്, അത് ആ ഗ്രേവിയിലും കൂടെ ഒന്ന് നല്ലതായിട്ട് ഉപ്പ് വരണ്ടേ. അന്നേച്ച് ഇനിയാണെങ്കിൽ കൊഞ്ച് വേവാനുള്ളത്. അപ്പം നമ്മൾ എന്നാ ചെയ്യണം, ഈ ഒരുപാട് ഈ പൊടിഞ്ഞ തൈര് അങ്ങ് ഇടണ്ട, കുറച്ച് എരിവ് കൂടിപ്പോവും. കുറച്ച് ആ തരിതരിയായിട്ടുള്ള സാധനം മാത്രം റെഡ് ചില്ലി ഫ്ലേക്സ് ഇടുക. ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. കറിവേപ്പിലയും കൂടി ഇട്ട് ഞാൻ ആക്ച്വലി എന്നാ ചെയ്യുന്നതെന്നറിയാവോ, ഈ പറഞ്ഞ പോലെ ഒരു പ്രഷർ കുക്കറിനകത്തോട്ട് ആവി എടുക്കുക ചെയ്യുക. കാര്യം കൊഞ്ചിന് വേവില്ല അതായതാന്നൊക്കെ പറയും, പക്ഷെ എന്നാലും കൊഞ്ച് നല്ല സോഫ്റ്റായിട്ട് വേവണം. ഇതെന്തായാലും ചെതറിപ്പോകുന്നതല്ല. അപ്പോൾ എപ്പോഴും കുക്കറിലിട്ടിട്ട് ഒരു വിസിലെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാര്യം വെച്ചാൽ അത് നല്ല സോഫ്റ്റ് ആവും കൊഞ്ച്. മറ്റേ നമ്മളിങ്ങനെ ഇട്ടിട്ട് വേവിക്കുവാണെങ്കിൽ ഒരു ഇച്ചിരി നേരം എടുക്കുകയും ചെയ്യും, കൊഞ്ച് ഒരു റബ്ബറി ഫീലിംഗ് വരികയും ചെയ്യും. പക്ഷെ ആ ഒരു റബ്ബറി ഫീലിംഗ് മാറാനായിട്ട് കൊഞ്ച് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ ഒരു വിസിലെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഒന്നെങ്കിൽ പാനിൽ വേവിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം.